വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. 2023 കറണ്ട് അഫയേഴ്സിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചാനലിൽ പുതുതായിട്ട് ആരംഭിച്ച സമ്മപ്പ് 2023 എന്ന് പറയുന്ന സീരീസിലെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ആയിരുന്നു, GI ടാക്സ് 2023. അപ്പോൾ കുറച്ച് സ്റ്റേറ്റുകൾ നോക്കിയിരുന്നു. അതിൻ്റെ ബാക്കിയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ, ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് രാജസ്ഥാൻ, സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് 4 GI ടാഗുകളാണ്. 4 എണ്ണം പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ GI ടാഗ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേജുകൾ മറിച്ച് നോക്കി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്തായിരുന്നു GI ടാഗ്? ഒരു സ്ഥലത്തെ എന്താണ് ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്, അവിടുത്തെ ഫീച്ചേഴ്സ് അല്ലേ, ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട്, ആ ഒരു തനതായിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം കണ്ടുവരുന്ന ചില പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഇതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, GI ടാഗ് കൊടുത്ത് ഒരു 10 വർഷത്തേക്ക് നമ്മളത് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കാറ്റഗറിയിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിൽ അല്ലേ, നമ്മൾ ഒത്തിരി നോക്കിയിരുന്നു. വുഡ് കാർവിങ്സ്, അതുപോലെ മെറ്റൽ കാർവിങ്സ്, അങ്ങനെ ഒത്തിരി കാറ്റഗറീസിൽ നമ്മളത് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജസ്ഥാൻ. ബാക്കി സ്റ്റേറ്റുകളാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. രാജസ്ഥാനിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ഉദയ്പൂർ കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ് അല്ലെങ്കിൽ കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ് എന്ന് പഠിച്ചു വെക്കുക. ഉദയ്പൂർ എന്ന് പറയുന്നത് എന്താ, രാജസ്ഥാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ എന്താണ്, മെറ്റൽ സർഫസ് അല്ലേ, മെറ്റലിലാണ് ഇവരിത് പണിതീർത്ത് വെക്കുന്നത്. മെറ്റലിൽ അവർ എന്ത് ചെയ്യുന്നു, ഈ രാജസ്ഥാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയാം ഒത്തിരി യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അന്നത്തെ രാജാക്കന്മാർ എന്താ, ഈ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം, യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആർമേഴ്സ് അല്ലെങ്കിൽ വാളുകൾ, സ്വോർഡുകൾ, അതുപോലെ തന്നെ ഷീൽഡുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പല വസ്തുക്കളും ഉപയോഗിക്കുമല്ലോ ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഒരു ആർമറാണ് കാണുന്നത്. അപ്പോൾ ആർമർ ഒരു ഷീൽഡാണ് കാണുന്നത്. അതല്ലാതെ സ്വോർഡുകൾ, അങ്ങനെ പലതരത്തിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ അവർ ഈ ഒരു ആർട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ്, കോപ്പർ വയറുകൾ, ബ്രാസ് വയറുകൾ, അതുപോലെ തന്നെ വയർ, അതായത് വളരെ തിന്നായിട്ടുള്ള വയേഴ്സിനെ അവർ ഇതുപോലെ എംബഡ് ചെയ്തിട്ട് പലതരത്തിലുള്ള പാറ്റേൺസ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിൻ്റെ ഏറ്റവും പ്രൊമിനൻസ്, അതായത് ഒരുപാട് വർഷങ്ങളായി ഇത് ഫോളോ ചെയ്ത് വരുന്നതാണ്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോമിനൻറ്റ് പീരീഡ് ഉണ്ടാവില്ല, അതായത് അതിൻ്റെ പീക്കിലെത്തുന്ന ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രോമിനൻസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത്, രണ്ടാമത് നമ്മൾ നോക്കുന്നത് എന്താ, ബിക്കനീർ കശിതക്കരി ക്രാഫ്റ്റ്. അപ്പോൾ ഇതും ആദ്യം പറഞ്ഞത് കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ് എന്താ, ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബിക്കനീർ കശിതക്കരി ക്രാഫ്റ്റ് ഇതും ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയാനാണെങ്കിൽ ഇതേപോലെ ഒത്തിരി തരങ്ങളുള്ള തുണികളില്ലേ, തുണിത്തരങ്ങളിലാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. ഈ സിൽക്ക്, അതുപോലെ തന്നെ വയോലിൻ, മ്യൂസ്ലിൻ, അങ്ങനെ പറയുന്ന ഒത്തിരി തരത്തിലുള്ള തുണികളിൽ അവർ ഇതുപോലെ മിറർ വർക്കുകൾ ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മിറർ വർക്കുകളാണ്. പലതരത്തിലുള്ള മിറർ വർക്കുകൾ ഇതുപോലെ എംബഡ് ചെയ്തിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, മിറർ വർക്ക്സ്. ഇങ്ങനെ മിറർ വർക്ക്സ് ഇവരിത് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള നിറങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള തുണിത്തരങ്ങളിൽ ഇത് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ബിക്കനീർ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. സോ എഗെയിൻ കശിതക്കരി ക്രാഫ്റ്റ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ജോധ്പൂർ ബാന്ദേജ് ക്രാഫ്റ്റ്. ജോധ്പൂർ ബാന്ദേജ് ക്രാഫ്റ്റ്. അപ്പോൾ ബാന്ദേജ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാന്ദേജ്, ബാന്തിന അല്ലെങ്കിൽ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടുക എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ കെട്ടുക, അതായത് തുണികളെ ഇത്തരത്തിൽ ചുരുട്ടി കെട്ടിയിട്ടിട്ട്, നമ്മൾ ടൈ ആൻഡ് ഡൈ മെത്തേഡ് പറയില്ലേ, സെയിം സംഭവമാണ്. തുണികളെ ഒരു പ്രത്യേക പാറ്റേണിൽ ചുരുട്ടിയെടുത്ത് കെട്ടി ഒരു കോട്ടൺ ത്രെഡ് ഉപയോഗിച്ച് അതിനെ കെട്ടിയിട്ട് ഇതുപോലെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈകൾ, പല പിഗ്മെൻറ്റുകൾ വരുന്ന, പല കളറുകൾ വരുന്ന ഡൈകൾ ഉപയോഗിച്ച് അതിൽ മുക്കിയെടുത്ത് അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതവർ ചെയ്തെടുക്കുന്ന തുണികളിൽ ഇതുപോലെ പലതരത്തിലുള്ള ഡൈ പാറ്റേൺസ് അവരത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് ഈ രാജസ്ഥാനിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഫേമസ് ആണ്. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മെയിനായിട്ട് കൊണ്ടുവരാൻ പറയുന്ന കാര്യങ്ങളിൽ 1-2 ഈ പറഞ്ഞ ജോധ്പൂർ ബാന്ദേജ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ നേരത്തെ കണ്ട മിറർ വർക്ക് അല്ലേ, ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
നാലാമത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ അവസാനം നമുക്ക് പഠിക്കാനുള്ളത് രാജസ്ഥാനിൽ 2023 GI ടാഗ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സിൽ നാലാമതായിട്ട് പഠിക്കാനുള്ളതാണ് ബിക്കനീർ ഉസ്തകല ക്രാഫ്റ്റ്. ബിക്കനീർ ഉസ്തകല ക്രാഫ്റ്റ്, ബിക്കനീർ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ബിക്കനീർ ഈസ് ഫേമസ് ഫോർ എന്തൊക്കെയാ? ഉസ്തകല ക്രാഫ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എന്താ പറഞ്ഞേ, കാശിദക്കരി ക്രാഫ്റ്റ് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ബിക്കനീർ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് 2 മെയിനായിട്ടുള്ള പ്രൊഡക്ട്സിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. കാശിദക്കരി ക്രാഫ്റ്റും അതേപോലെ തന്നെ ഉസ്തകല ക്രാഫ്റ്റും. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ എന്താ പെട്ടെന്ന് തോന്നുന്നത് അല്ലേ? ഒരു ഒട്ടകത്തിൻ്റെ സ്കിന്നിലാണ് ഇവർ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ കണ്ടിട്ടുള്ള പലതരത്തിലുള്ളത് നമ്മൾ കണ്ടു. ഇപ്പോൾ വുഡ് സർഫസിൽ ചെയ്തെടുക്കുന്നത് കണ്ടു, മെറ്റൽ സർഫസിൽ ചെയ്തെടുക്കുന്നത് കണ്ടു അല്ലേ? അപ്പോൾ ഇനിയും പഠിക്കും, സ്റ്റോണിലൊക്കെ ചെയ്തെടുക്കുന്നതൊക്കെ പഠിക്കും. അപ്പോൾ അതല്ലാതെ എന്താണ്, ഈ ക്യാമൽ സ്കിന്നിലാണ് ഇവർ ഈ ആർട്ട് ചെയ്തെടുക്കുന്നത്, ഈ ആർട്ട് ഫോം ചെയ്തെടുക്കുന്നത്. ക്യാമലിൻ്റെ സ്കിന്നിൽ ഇതേപോലെ അവർ പലതരത്തിലുള്ള ഇങ്കുകൾ, അതുപോലെ തന്നെ ഗോൾഡൻ ഹ്യൂസ് പലതും ചെയ്തെടുക്കാറുണ്ട്. ലെതർ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കണ്ടോ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ജോമെട്രിക്കൽ പാറ്റേൺസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ പലതരത്തിലുള്ള നല്ല ഭംഗിയിൽ ഓരോരോ പാറ്റേൺസ് അവർ ക്യാമലിൻ്റെ സ്കിന്നിൽ ചെയ്തെടുക്കുന്നു. അപ്പോൾ രാജസ്ഥാൻ മരുഭൂമികൾ ഒരുപാട് ഉണ്ട് അല്ലേ? അപ്പോൾ ഒട്ടകങ്ങളും സ്വാഭാവികമായിട്ടും കാണും. അപ്പോൾ ഒട്ടകം അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് പഠിക്കുക. അപ്പോൾ ഇതാണ് രാജസ്ഥാനിൽ നിന്ന് പറയാനുള്ള 4 GI ടാഗ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഉദയ്പൂർ കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ്, ബിക്കനീർ കാശിദക്കരി ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ബാന്ദേജ് ക്രാഫ്റ്റ്, ഉസ്തകല ക്രാഫ്റ്റ്. അപ്പോൾ ഇത് പഠിക്കാൻ ഇനിയിപ്പോൾ കോഡ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഒരു കോഡ് പറഞ്ഞു തരാം. കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഫണ്ണി സ്റ്റോറി ആയിട്ട് നിങ്ങളിത് ഇമാജിൻ ചെയ്ത് വെക്കുക. ഇതിന് പ്രത്യേകിച്ച് ലോജിക്കൽ മീനിങ് ഒന്നുമില്ല, അങ്ങനെ എടുക്കുകയും വേണ്ട. അപ്പോൾ ഈ കഥയെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മരുഭൂമി, രാജസ്ഥാൻ മരുഭൂമി, ഇതുപോലെ ഒട്ടകം, അറബി അല്ലേ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു ഉസ്താദ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഉസ്താദ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് കാശിയിലേക്ക് പോകണം. പുള്ളിക്കാരൻ്റെ വീട് രാജസ്ഥാനിലാണ്, പക്ഷെ തോന്നുകയാണ് കാശിയിലേക്ക് പോകണമെന്ന് തോന്നുകയാണ്. കാശിയിലേക്ക് പോകണമെന്ന് പെട്ടെന്ന് ഒരു ദിവസം തോന്നുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഒരുപാട് കഷ്ടപ്പെട്ട്, മരുഭൂമിയൊക്കെ അല്ലേ, ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെട്ട് ഇതുപോലെ സഞ്ചരിച്ച് കാശിയിലെത്തുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ട് കാശിയിലെത്തുന്നു. കാശിയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ബന്ദാണ്, ഹർത്താൽ, ബന്ദ്, സ്ട്രൈക്കാണ്. ബന്ദാണ്. ബന്ദായതുകൊണ്ട് തന്നെ അയാൾ അവിടേക്ക് പോയി. ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടല്ല അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആ പർപ്പസ് നടക്കാതെ പോകുന്നു. ബന്ദായതുകൊണ്ട് തന്നെ അയാൾക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു കോഫി കുടിക്കുന്നു. ഒരു കോഫി കുടിച്ച് അയാൾ തിരിച്ചു വരുന്നു. ഇത്രയുള്ള സ്റ്റോറി. ഇപ്പം 4 കാര്യങ്ങൾ. ഒരു ഉസ്താദ് ഇതുപോലെ കാശിയിൽ പോകുന്നു, അന്ന് അവിടെ ബന്ദാണ്, കോഫി കുടിച്ച് തിരിച്ചു വരുന്നു. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഉസ്താദ് എന്നുള്ളത് ഞാൻ എടുത്തത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്തകല ആർട്ട് പറയാനായിരുന്നു. നമ്മുടെ ബിക്കനീർ ഉസ്തകല ആർട്ട്. സോ ദിസ് ഈസ് ഫോർ ഉസ്തകല ആർട്ട്. ഇനി അടുത്തത് എങ്ങോട്ടാണ് പോയത്? കാശിയിലേക്കാണ് പോയത്. അപ്പോൾ കാശിദക്കരി ക്രാഫ്റ്റ്. കാശിദക്കരി ക്രാഫ്റ്റ്. അടുത്തത് ഏതാ? ബന്ദായിരുന്നു അവിടെ. സോ ബാന്ദേജ് അല്ലേ? ജോധ്പൂർ ബാന്ദേജ്. അടുത്തത് കോഫ്തഗിരി മെറ്റൽ ക്രാഫ്റ്റ്. ഈ ആർമർ യുദ്ധങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആദ്യം പറഞ്ഞത്? ഇത്. അപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്, ഓർത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഗോവയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തേക്ക് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു റീജിയനിലേക്ക് നമ്മൾ വന്നു. ഗോവ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെക്കേഷൻ, ബീച്ച്, അല്ലെങ്കിൽ ഒരു സമ്മർ ഹോളിഡേ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മൂഡാണ് അല്ലെങ്കിൽ ഒരു വൈബാണ് നമുക്ക് ഗോവ എപ്പോഴും തരുന്നത്. അപ്പോൾ സമ്മർ സീസൺ, അങ്ങനെ ഒരു ബീച്ച്, വെക്കേഷൻ അങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സമ്മർ സീസണിൽ ഇതുപോലെ സീസണലായിട്ട് ഉണ്ടായി വരുന്ന ഒത്തിരി ഫ്രൂട്ടുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മാംഗോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോവയിലുള്ള ഒരു മാംഗോ വെറൈറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. മാംഗോ വെറൈറ്റിയുടെ പേരെന്ന് പറയുന്നത് മൻകുറാദ് മാംഗോ. അപ്പോൾ ഇതേപോലെ ഇതിൽ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എക്സ്ട്രാ പോയിന്റ്സ് ഒന്നുമില്ല. അതായത് മൻകുറാദ് മാംഗോ, ഇപ്പോൾ മാംഗോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ റൈസുകളുടെ ഒത്തിരി വെറൈറ്റീസ് പഠിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ മാംഗോ വെറൈറ്റീസ്, അതുപോലെ ഇതെല്ലാം കംപ്ലീറ്റ് സെക്ഷൻ അല്ല നമ്മുടെ സീരീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എക്സ്ട്രാ അഡീഷണൽ വർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇതുപോലെ വുഡ് കാർവിങ്സ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ മെറ്റൽ കാർവിങ്സ് പഠിച്ചത് അല്ലേ, അല്ലെങ്കിൽ സ്റ്റോൺ കാർവിങ്സ് പഠിക്കാൻ പോകുന്നത്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ എടുത്ത് വെച്ചാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മൻകുറാദ് മാംഗോ വളരെ സ്വീറ്റ് ആണ് ഇതിൻ്റെ ടെക്സ്ചർ. അതുപോലെ ഈ പേര് മൻകുറാദ് എന്ന് പറയുന്ന പേര് വരുന്നത് ഒരു പോർച്ചുഗീസ് നെയിമാണ്. അപ്പോൾ നമുക്കറിയാം ഗോവയും പോർച്ചുഗീസും തമ്മിലുള്ള റിലേഷൻ വളരെ ഫേമസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ മൻകുറാദ് എന്ന് പറയുന്ന പേര് വരുന്നത് പോർച്ചുഗീസ് നെയിമാണ്, അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. അപ്പോൾ ആദ്യം പഠിച്ചത് മൻകുറാദ് മാംഗോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് ഒരു സ്വീറ്റാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണിത്. ഗോവൻ ബെബിൻക. ഗോവൻ ബെബിൻക. ബെബിൻക എന്ന് പഠിച്ചാൽ മതി. എഗെയിൻ ആ ഒരു പേര് നമുക്ക് അത്രയ്ക്ക് നാവിൽ വഴങ്ങുന്ന ഒരു പേരല്ല, ഒരു അൺഫെമിലിയർ ആയിട്ട് തോന്നും. കാരണം എഗെയിൻ ഇത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് അറിയപ്പെടുന്നത്, ഇതിനുള്ള ഒരു വിശേഷണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീൻ ഓഫ് ഗോവൻ ഡെസേർട്ട്സ്. ഓക്കെ, ക്വീൻ ഓഫ് ഗോവൻ ഡെസേർട്ട്സ് എന്നാണ് ഗോവൻ ബെബിൻക അറിയപ്പെടുന്നത്. ഇതുപോലെ പല ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഗോവൻ ബെബിൻക എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമതായിട്ട് അവസാനം. അപ്പോൾ ഗോവയിൽ നമുക്ക് ആകെ 3 GI ടാഗ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യം മൻകുറാദ് മാംഗോ, ഗോവൻ ബെബിൻക, മൂന്നാമത്തേത് കാഷ്യൂസ് ആണ്. ഓക്കെ, കാഷ്യൂസും ഇതേപോലെ തന്നെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് കാഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റാണ് ഗോവയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനിപ്പോൾ പഠിക്കാൻ പ്രത്യേകിച്ച് കോഡുകളൊന്നുമില്ല, 3 ആയതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. ഗോവ സമ്മർ, അപ്പോൾ മാംഗോ, മൻകുറാദ് മാംഗോ, അതുപോലെ തന്നെ കാഷ്യൂസ്, അതുപോലെ തന്നെ ബെബിൻക എന്ന് പറയുന്നത് എഗൈൻ ഒരു ഡെസേർട്ടാണ്, ഫുഡ് ഐറ്റമാണ്. ഇത് അഗ്രികൾച്ചറൽ കാറ്റഗറിയിലാണ് മാംഗോയും അതുപോലെ തന്നെ കാഷ്യൂസും കിട്ടിയിരിക്കുന്നത്, GI ടാഗ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സ്റ്റേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് വരാന്ത റേസിൻ്റെ പ്രാക്ടീസ് ലെവൽ അല്ലെങ്കിൽ പ്രാക്ടീസ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആസ്പിറൻറ്റ് നമ്മുടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ക്ലാസ്സുകളാണ്. അപ്പോൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യുന്നത് അതിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലെക്ചേഴ്സാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൺസെപ്റ്റ് എല്ലാം ഒത്തിരി മനസ്സിലായി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ സർക്കിളുകളായിട്ട് തിരിക്കുന്നു. ഒത്തിരി ഉള്ളതല്ല, ഇതുപോലെ വളരെ കുറച്ച് കുട്ടികളുള്ള കുറച്ച് സർക്കിളുകളായിട്ട് നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ഈ സർക്കിളുകളിലായിരിക്കും നമ്മൾ കൂടുതൽ എക്സാമിൽ കണ്ടുവരുന്ന വിവിധ തരത്തിലുള്ള പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം സർക്കിളുകളിൽ നമ്മൾ ഇതുപോലെ പലതരത്തിലുള്ള മെത്തേഡുകൾ പഠിക്കുന്നു. ഇതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ സർക്കിളുകളിലാണ്, ബേസിക് സർക്കിളിലാണ്. അതിനുശേഷം ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. എക്സ്ട്രീം ബാച്ചിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രീം സർക്കിളിലേക്ക് ആ കുട്ടിക്ക് എലിജിബിലിറ്റി കിട്ടുന്നു. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്ട്രീം സർക്കിളുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ സൂപ്പർ ബാച്ച് തുടങ്ങുന്നത്. സൂപ്പർ ബാച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്കമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാംസ്, അപ്പോൾ ഇപ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള എക്സാംസ് എന്തൊക്കെയാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുകളുടെ എക്സാം അല്ലെങ്കിൽ GD എക്സാംസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോക്കസ് ബാച്ചുകൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഇതുപോലെ ഓരോ എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് അഞ്ചാമത്തേതെന്ന് പറയുന്നത് റിപ്പ് സെക്ഷൻസ് ആണ്. റിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസ് മോക്ക് സെക്ഷൻസ് ആണ്. അതായത് ഇതുപോലെ എക്സാംസ്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, അതിനെപ്പറ്റി നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നു. കുട്ടിക്ക് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന എക്സാമിൽ എങ്ങനെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കുട്ടിക്ക് കിട്ടുന്നു. അടുത്തത് ഏറ്റവും അവസാനത്തേത്, ഇനിയിപ്പോൾ ബേസിക്സ് ഇതുപോലെ എല്ലാ ഘട്ടങ്ങളിലൂടെയും 5 ലെവൽസിലൂടെ പോയിട്ട് അതിനുശേഷം എക്സാംസിന് ടയർ 1 ടയർ 2 ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, മൂന്നാമതായിട്ട് ഇനി ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നു. സോ ഫ്രം ദി സ്റ്റാർട്ടിംഗ് ടു ബിഗിനിങ് റേസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി റേസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഓഫ്ലൈൻ ബാച്ചസും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ബാച്ചസ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ, അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ചസും അവൈലബിൾ ആണ്. ഓൺലൈൻ ബാച്ചസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ അഡ്മിഷൻ ടീം നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പോകുന്നത്, അപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കിയത് ഇന്ന്, രാജസ്ഥാൻ നോക്കി, ഗോവ നോക്കി. ഇനി അടുത്തത് ഉത്തർപ്രദേശിലേക്കാണ് പോകുന്നത്. UP-യിൽ നമുക്ക് 17 GI ടാഗ്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കോഡുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കോഡുകൾ ഓർത്ത് വെക്കാൻ പിന്നെ കോഡ് ഉണ്ടാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ നോക്കുക. ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ബനാറസ് പാൻ.
ഓക്കെ, ബനാറസ് പാൻ. പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ വെറ്റിലേക്കല്ലേ, ബീറ്റിൽ ലീഫിൽ ഇതുപോലെ എന്താ പറയുക, കുറച്ച് എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ബനാറസ് പാൻ എന്ന് പറയുന്നത്. ബനാറസ് എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ, ബനാറസ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ പാൻ എവിടെ നിന്നൊന്നും ഒരിക്കലും ചോദിക്കില്ലല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നിട്ടുള്ളതിൽ ഏതിന് GI ടാഗ് കിട്ടിയിട്ടില്ല എന്ന് വേണം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഇതുപോലെ ബനാറസ് പാൻ വെച്ചിട്ടൊരു ലൈക്ക് അമിതാഭ് ബച്ചൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ഘായ്ക്കോ പാൻ ബനാറസ് വാല, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അത് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ റീകളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അടുത്തത് ഇതുപോലെ എഗൈൻ ഒരു മാംഗോ വെറൈറ്റിയാണ്. അപ്പോൾ ഗോവയിൽ പഠിച്ചത് മൻകുറാദ് മാംഗോ ആയിരുന്നു. നമ്മൾ ഉത്തർപ്രദേശിൽ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ബനാറസ് ലംഗഡ ആം. ബനാറസ് ലംഗഡ ആം. ഓക്കെ, ലംഗഡ ആമാണ്. ഇതുപോലെ ഇപ്പോൾ എന്താ പറയുക, ഇതുപോലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് നമ്മൾ GI ടാഗ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ജോഗ്രഫി വളരെ അധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലേ, എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ്, ജോഗ്രഫി അതൊക്കെ മാറുന്നതിനനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ക്വാളിറ്റി പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ UP യിൽ വളരുന്ന ഈ ലംഗഡ ആമിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ അതിന് GI ടാഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബനാറസ് ലംഗഡ. അപ്പോൾ ബനാറസിൽ നിന്ന് നമ്മൾ പഠിച്ച ഏതൊക്കെയായിരുന്നു? പാൻ പഠിച്ചു, അതുപോലെ തന്നെ ലംഗഡ ആമും പഠിച്ചു. ഓക്കെ, അടുത്തത് രാംനഗർ ഭണ്ട. രാംനഗർ സ്ഥലത്തിൻ്റെ പേരാണ്. ഭണ്ട എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഞ്ചോൾ, വഴുതനയുടെ വെറൈറ്റിയാണ് രാംനഗർ ഭണ്ട എന്ന് പറയുന്നത്. ഇതൊരു വിൻ്റർ ക്രോപ്പാണ്. ഓക്കെ, ഒരു വിൻ്റർ ക്രോപ്പാണ് രാംനഗർ ഭണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അഗ്രികൾച്ചറൽ കാറ്റഗറിയിലാണ് GI ടാഗ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് GI ടാഗ് കിട്ടിയിരിക്കുന്നത് ആദംചീനി റൈസിനാണ്. ആദംചീനി റൈസ് അഗൈൻ ഒരു റൈസ് വെറൈറ്റിയാണ് ആദംചീനി റൈസ് എന്ന് പറയുന്നത്. ആദംചീനി റൈസ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന റീജിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും വിന്ധ്യ റീജിയൻസിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, വിന്ധ്യ റീജിയൻസിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ, ആദ്യം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നു, അതേപോലെ ഒരു ക്വാളിറ്റിയാണ് ഈ ആദംചീനി റൈസിന് വരുന്നത്. അതായത് ഈ റൈസ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം എന്താണ്, ഇതിനൊരു അരോമാറ്റിക് ഫ്ലേവർ അല്ലെങ്കിൽ നല്ലൊരു മണം, നല്ലൊരു രുചിയൊക്കെ, ഇതിന് തനതായിട്ടുള്ളൊരു രുചിയും ഒരു മണവും ഒക്കെ ഈ ഒരു റൈസ് വെറൈറ്റിക്ക് ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതിന് കണ്ടീഷൻസ് എല്ലാം, എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് എല്ലാം ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യപ്പെടുന്നതും ഏതാണ്? ഈ വിന്ധ്യ റീജിയൻസിലാണ്. അതുകൊണ്ടാണ് UP റീജിയൻസിൽ ഇത് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ആളുകൾ ഇത് ഒത്തിരി ഉപയോഗിക്കുന്നത് കൊണ്ടും എന്താണ്, നമ്മളിതിന് GI ടാഗ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദംചീനി റൈസ്. അടുത്തത് അലിഗഡ് താല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക്, പൂട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അലിഗഡ് എന്ന് പറയുന്നത് എന്താ, സ്ഥലത്തിൻ്റെ പേരാണ് അലിഗഡ് എന്ന് പറയുന്നത്. അലിഗഡ് താല, അലിഗഡിൽ ഇതുപോലെ ഒത്തിരി പൂട്ടുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനുവേണ്ടി ഒരു റീജിയൻ തന്നെ അവിടെ ഉണ്ട്, UP എന്ന് പറയുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ട് ഇത് നമുക്ക് എന്താ പറയുക, വേൾഡിലെ പല സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പൂട്ടുകൾ പല സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ അലിഗഡ് താല എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇവിടെ 1870 ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇംഗ്ലീഷ് ലോക്ക് ഫേം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് ജോൺസൺ ആംബ് ആൻഡ് കോ എന്നാണ് അതിൻ്റെ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതാണ് അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഫേമിൻ്റെ, ഇംഗ്ലീഷ് ലോക്ക് ഫേം, ആദ്യമായിട്ട് അലിഗഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലോക്ക് ഫേമിൻ്റെ പേരെന്ന് പറയുന്നത് ഇതുപോലെ ജോൺസൺ ആംബ് ആൻഡ് കോ എന്നാണ്. 1870 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അലിഗഡ് താലയിൽ നമുക്ക് നോക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബഖീറ ബ്രാസ് വെയർ. അതായത് ബ്രാസ് എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ ബ്രാസ് വെയർസ് ഇതുപോലെ പാത്രങ്ങൾ, അറ്റൻസിൽസ് അല്ലെങ്കിൽ ഇതുപോലെ അത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത് ബാക്കിയുള്ളതിനേക്കാളും. ഇതുപോലെ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ ഒക്കെ അങ്ങനെ വീട്ടിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എന്താണ് ഈ നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണുകളും ഗ്ലാസ്സുകളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഐറ്റത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബഖീറ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ നിന്നാണ് ഈ പ്രൊഡക്റ്റ് GI ടാഗ് കിട്ടിയിരിക്കുന്നത്. ഇനി 17 എണ്ണം ഉണ്ട്, അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ 6 എണ്ണത്തിനൊരു കോഡ് പറഞ്ഞുതരാം. നമ്മൾ ഏതൊക്കെയാണ് നോക്കിയിരുന്നത്? പാൻ നോക്കി, ബനാറസ് പാൻ നോക്കിയിരുന്നു. അതേപോലെ ലംഗഡ ആം നോക്കി,
ഭണ്ട, രാംനഗർ ഭണ്ട നോക്കി, ആദം ചീനി റൈസ് നോക്കി, അതേപോലെ അലിഗഡ് താല, ഓക്കെ, ബഖീറ ബ്രാസ്വെയർ. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന കോഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യം എന്താണ്, ഒരു കുട്ടിയെ നിങ്ങൾ സങ്കല്പിക്കുക, രാമൻ എന്നാണ് പേര്, ഓക്കെ, രാം ഓർ രാമൻ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ രാം എന്ന് പറയുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ലങ്കയിൽ പോകുന്നു, ലങ്കയിൽ പോകുന്നു, യുദ്ധം ചെയ്യാനാണ് പോകുന്നത്. യുദ്ധം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ തിരിച്ചു വരികയാണ്. അപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഒത്തിരി ദിവസങ്ങൾ, ഒത്തിരി വർഷങ്ങൾ അതിനെടുക്കും. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താ, നമ്മൾ ഒത്തിരി കാലഘട്ടം ഒരു സ്ഥലത്ത് ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കില്ല, അവിടുത്തെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളൊരു അവയർനെസ് വരും. അപ്പോൾ ആ പോയിട്ടുള്ള ലങ്കയിൽ നിന്ന് അയാൾ കണ്ടുപിടിക്കുകയാണ് അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഒരു പാനാണ്. പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബീറ്റ് ലീഫ് വെച്ചിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാനും അതുപോലെ തന്നെ ഒരു റൈസ് വെറൈറ്റി. പണ്ടത്തെ നാളുകൾ മുതൽ, ആദത്തിൻ്റെ നാൾ മുതൽ, ആദം ആൻഡ് ഈവ് എന്ന് പറയുമ്പോൾ വളരെ പണ്ട് തൊട്ടിട്ട് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ആദത്തിൻ്റെ നാൾ മുതൽ അവർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു അഗ്രികൾച്ചറൽ ക്രോപ്പാണ് ഒരു റൈസ് വെറൈറ്റി. അപ്പോൾ ആദം ചീനി റൈസ്, അത് ഓർത്ത് വെക്കണം നിങ്ങൾ. ആദത്തിൻ്റെ നാളെ തൊട്ടിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൈസ് വെറൈറ്റി. അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്തായി, ഇത് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ആരും കാണാതെ കൊണ്ടുവരണം, തിരിച്ചു പോകുന്ന സമയത്ത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആരും കാണാതെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു പാത്രത്തിൽ അടച്ച് ഭദ്രമാക്കി ലോക്കൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഖീറ ബ്രാസ്വെയർ, അത് അവിടെ നിങ്ങൾക്ക് ഓർമ്മ വരണം. അപ്പോൾ ബഖീറ ബ്രാസ്വെയർ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരും എടുക്കരുത്, ആരും കാണാനും പറ്റില്ല, അതുകൊണ്ട് ലോക്ക് ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ താല എന്ന് പറഞ്ഞാൽ ലോക്ക്, അലിഗഡ് താല, ഓക്കെ, അലിഗഡ് താല, ഓക്കെ, ലോക്കൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രാം എന്ന് പറഞ്ഞത് രാംനഗർ ഭണ്ട, നമ്മുടെ ആ ബ്രിഞ്ചോൾ വെറൈറ്റി ഇല്ലേ, അത് പറയാനായിരുന്നു രാം എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ലങ്കഡ ആം അല്ലേ, മാംഗോയുടെ ഒരു വെറൈറ്റി പഠിച്ചിരുന്നു, ലങ്കഡ ആം. അപ്പോൾ ലങ്ക. അതിനുശേഷം മൂന്നാമത്തേത് പാൻ, അതായത് ബനാറസ് പാൻ നമ്മൾ പഠിച്ചിരുന്നു. ബനാറസ് പാൻ റൈസ് വെറൈറ്റി ഏതായിരുന്നു, ആദത്തിൻ്റെ നാൾ മുതൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൈസ് വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ആദം ചീനി റൈസ്, ഓക്കെ, ഇതിൽ നിന്നും ആദം ചീനി റൈസ് വന്നു. പിന്നെന്താ, എങ്ങനെയാണ് കൊണ്ടുവന്നത്, പാത്രത്തിലടച്ച് ലോക്കൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ബഖീറ ബ്രാസ്വെയർ, അതുപോലെ തന്നെ അലിഗഡ് താല, ഓക്കെ. അപ്പോൾ ആദ്യത്തെ 6 ഒരു കോഡ്, ചെറിയൊരു കോഡ് ഓർത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവുകയാണ്, ബന്ദ് ഷസർ പത്തർ ക്രാഫ്റ്റ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു, വുഡ് കാർവിങ്സ് അല്ലെങ്കിൽ മെറ്റൽ കാർവിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ക്ലോത്തിൽ ചെയ്തെടുക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് പഠിച്ചിരുന്നു. അതേപോലെ ഏതാണ് പത്തർ, അതായത് കല്ല്. പത്തർ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം, കല്ല്, സ്റ്റോൺ, ഓക്കെ, സ്റ്റോൺ എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റോണിൽ ചെയ്തെടുക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ബന്ദ് ഷസർ പത്തർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ആർട്ട് ഫോം ആണ് ഇതെന്ന് പറയുന്നത്. കല്ലുകൾ ശേഖരിച്ചിട്ട് ഇതുപോലെ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് അതിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബന്ദ് ഷസർ പത്തർ ക്രാഫ്റ്റ്. അപ്പോൾ ഇത് ബന്ദ് എന്ന് പറയുന്ന ആ ഒരു ബന്ദ് അല്ലെങ്കിൽ ബാന്ത എന്ന് പറയുന്നത് ഈ UP-യിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ബാന്ത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഷസർ പത്തർ ക്രാഫ്റ്റ് എന്ന് എടുത്ത് പഠിക്കുക. ഷസർ എന്ന് പറയുന്നത് ഇതിനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന കല്ലിൻ്റെ പേരാണ് ഷസർ പത്തർ അല്ലെങ്കിൽ ഷസർ സ്റ്റോൺ എന്നും പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ്, ഓക്കെ, ഷസർ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ്, ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് പഠിക്കാനുള്ളത് നാഗിന വുഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഈ മരത്തിൽ ചെയ്തെടുക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിലാണ്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചോളണം, ഓക്കെ. മാംഗോ പറഞ്ഞപ്പോൾ അത് അഗ്രികൾച്ചറൽ ക്രോപ്പ് അല്ലേ, ഫുഡ് വെറൈറ്റി അല്ല, അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മളൊരു മാംഗോയുടെ വെറൈറ്റി പഠിച്ചത്, ലങ്കഡ ആമ പഠിച്ചത്, ഓക്കെ. നാഗിന വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ മരത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമാണ്, ഒരു പ്രൊഡക്റ്റാണ് ഈ നാഗിന വുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ മരങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഇതേപോലെ റോസ് വുഡ് ഓർ ശീശം, റോസ് വുഡ് അല്ലെങ്കിൽ ശീശമാണ് ഈ ഒരു
പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മരങ്ങളെ ശേഖരിച്ച് വൃത്തിയായിട്ട് ഓരോ പാറ്റേൺസ് ഉണ്ട്, ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസ്. അതുപോലെ ഈ കൂടുതലും ഫർണിച്ചേഴ്സാണ് ഉണ്ടാക്കുന്നത്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ വീടുകളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഐറ്റംസാണ് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെയേഴ്സ്, ടേബിൾസ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് മരങ്ങളാണ് അതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ അഗെയിൻ അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്താണ്? പ്രതാപ്ഗഡ് അവോല. പ്രതാപ്ഗഡ് സ്ഥലത്തിൻ്റെ പേരാണ്. അവോല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. ഓക്കെ, പ്രതാപ്ഗഡ് അവോല എന്ന് പറയുന്നത്, അപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ വളരെ നല്ലൊരു ഗുഡ് സോഴ്സ് ആണ്. പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഹത്രാസ് ഹിഞ്ച്. അപ്പോൾ ഹിഞ്ച് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഫുഡിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സ്പൈസസ് അറിയാലോ. സ്പൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെ വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ സ്പൈസസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹത്രാസ് ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഫുഡിൽ ഉപയോഗിക്കുന്ന ഒരു സ്പൈസ് വെറൈറ്റിയാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്നത് അസോഫീറ്റിഡ. ഓക്കെ, അസോഫീറ്റിഡ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ റൂട്ട് ഉണ്ടാവുമല്ലോ, റൂട്ടും അതുപോലെ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നൊരു റെസിൻ വരും. റെസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഒരു ഫ്ലൂയിഡ്. ഇപ്പോൾ നമ്മൾ ഈ റബ്ബറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് വരില്ല, നമ്മൾ പാലെടുക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ അസോഫീറ്റിഡ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ റൂട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് വരുന്ന റെസിൻ വളരെ തിക്കായിട്ടുള്ള ഒരു ഗം ലൈക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ ആ റെസിൻ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ഹിഞ്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഹെമ്പ് പ്ലാന്റിൻ്റെ ഇതുപോലെ റെസിൻ നിന്നാണ് ചരസൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അസോഫീറ്റിഡ. അപ്പോൾ പല പ്ലാന്റ്സിൻ്റെയും റെസിൻസ് അല്ലെങ്കിൽ പല പ്രൊഡക്ട്സ്, ലീവ്സിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവരുടെ ഫുഡിൽ ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഹിഞ്ച് അല്ലെങ്കിൽ ഹത്രാസ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഹത്രാസ് സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഹിഞ്ച് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും പൊടി. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് അവരത് യൂസ് ചെയ്യും. അടുത്തത് ജലേസർ ധാതുശില്പ്. ജലേസർ എന്ന് പറയുന്നത് സ്ഥലമാണ്. ധാതുശില്പങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? ശില്പകല അല്ലേ? ശില്പകലയാണ് ധാതുശില്പം എന്ന് പറയുന്നത്. ഇതുപോലെ മെറ്റൽസിലാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. ജലേസർ ധാതുശില്പം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഓരോ പാറ്റേൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗറിൻസ്, സ്കൾപ്ചേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇത് ചെയ്യുന്നത് റോട്ട് അയേണിലാണ്. ഓക്കെ, റോട്ട് അയേണിലാണ് ഇവരിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതിയാവും ജലേസർ ധാതുശില്പം എന്ന് പറയുന്നത്. അടുത്തത് മണിപ്പൂരി തർക്കാശി. അപ്പോൾ അഗൈൻ ഇത് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. തർക്കാശി എന്ന് ഓർത്ത് വെക്കണം. മണിപ്പൂരി തർക്കാശി എന്ന് പറയുന്നത് ഇതുപോലെ മരങ്ങളിലെ വുഡിൻ്റെ സർഫസുകളിൽ കോപ്പർ അതുപോലെ തന്നെ സിൽവർ ആയിട്ടുള്ള ഹ്യൂസ് അല്ലെങ്കിൽ വയറുകൾ വെച്ചിട്ട് ഇതുപോലെ ഓരോരോ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അവരുടെ എന്തെങ്കിലും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആർട്ട് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മിത്തോളജിക്കൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല ടെയിൽസിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള പല ഫോമുകളായിരിക്കും അവർ ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ മണിപ്പൂരി തർക്കാശി. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മഹോബ ഗോര സ്റ്റോൺ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിരുന്നു ബാന്ദ ഷസർ സ്റ്റോൺ ക്രാഫ്റ്റ് നോക്കിയിരുന്നു, പത്തർ ക്രാഫ്റ്റ് അല്ലേ? അപ്പോൾ അതേപോലെ മഹോബ ഗോര സ്റ്റോൺ ക്രാഫ്റ്റ് ആണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. മഹോബ ഗോര സ്റ്റോൺ ക്രാഫ്റ്റ്. ഇതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ മറ്റേതിൽ പറഞ്ഞ ഏതായിരുന്നു? ബ്ലാക്ക് ഷെയിൽ അല്ലെങ്കിൽ ഷസർ പത്തർ ആയിരുന്നു, ഷസർ സ്റ്റോൺ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈറോഫ്ലൈറ്റ് സ്റ്റോൺ ആണ്. പൈറോഫ്ലൈറ്റ് സ്റ്റോൺ ആണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ അവർ വളരെ ഭംഗിയായിട്ട് സ്റ്റോണൊക്കെ വെച്ച് ട്രഡീഷണൽ ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ആർട്ട് ഫോമാണ്.
അടുത്തത് അമ്രോഹ ധോലക്ക്. ധോലക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെണ്ടാമദ്ദളം അങ്ങനെയൊക്കെ പോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ധോലക്ക് എന്ന് പറയുന്നത്, അമ്രോഹ ധോലക്ക്. അപ്പോൾ ഇതേപോലെ മരത്തിലാണ് അത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു സർഫസ് ഉണ്ടാക്കാൻ, കൊട്ടാനുള്ള ആ ഒരു സർഫസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും അനിമൽ സ്കിന്നായിരിക്കും, ഗോട്ടിൻ്റെ സ്കിന്നൊക്കെ, ഗോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അനിമലിൻ്റെ സ്കിന്നായിരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അമ്രോഹ ധോലക്കാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബാഗ്ഭട്ട് ഹോം ഫർണിഷിങ്സ്. ബാഗ്ഭട്ട് ഹോം ഫർണിഷിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീടുകൾ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്ത്തുശാലകൾ, അല്ലേ, നെയ്ത്തുശാലകൾ ഹാൻഡിലൂമായിട്ട് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് വീടുകൾ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഉള്ള സാധനങ്ങൾ നമുക്ക് എന്താണ് കിട്ടുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, യു പിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാഗ്ഭട്ട് എന്ന് പറയുന്നത്. ബാഗ്ഭട്ട്, ഓക്കെ, ബാഗ്ഭട്ട് ഹോം ഫർണിഷിങ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ആളുകൾ ഇതിനു വേണ്ടി വളരെ എന്താ പറയുക നല്ല റിവ്യൂസും അതുപോലെ തന്നെ നല്ല വളരെയധികം ഫേമസ് ആണ് ഈ ഒരു ഹോം ഫർണിഷിങ്സ് അല്ലെങ്കിൽ ഈ ഐറ്റംസ്. ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം ഫർണിഷ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനാണ് എന്ത് പറയുന്നത് അടുത്തതായിട്ട് GI ടാഗ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എഗൈൻ ഇതേപോലെ തന്നെ ബാരാബങ്കി ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് നെയ്തെടുക്കുന്ന നെയ്ത്തുശാലകൾ. ഓക്കെ, ഇതുപോലെ കോട്ടൺ അല്ലെങ്കിൽ സിൽവർ ആ ഒരു ത്രെഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്ന വീവിങ് ടെക്നിക്സ്, വീവിങ് എന്നാണ് അതിന് പറയുക, വീവിങ്. ഓക്കെ, അപ്പോൾ ഒത്തിരി അധികം വീവിങ്സും വീവേഴ്സും നമുക്ക് ഇവിടെ ഈ ബാരാബങ്കി എന്ന് പറയുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാനുള്ളത് കൽപ്പി ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻറ്റ് കൊടുക്കാൻ വേറെ ഒരാൾക്ക്, അല്ലേ, അങ്ങനെ എന്തെങ്കിലും കോട്ട്സ് എഴുതാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ഹാൻഡ് മെയ്ഡ്, സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു പേപ്പേഴ്സാണ് ഈ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സാണ് കൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കൽപ്പി എന്ന് പഠിച്ചു വയ്ക്കുക, അതൊരു പേപ്പറാണ്, ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നാലാൽ ഖദ്ദരി. പുള്ളിക്കാരനൊരു ഗാന്ധിയനായിരുന്നു. ഗാന്ധിയൻ ഐഡിയോളജീസ് ഒക്കെ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുന്നാലാൽ ഖദ്ദരി എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് 1940 ആദ്യമായിട്ട് ഇതിന് തുടക്കം കുറിക്കുന്നത്, ഇതുപോലെ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുന്നാലാൽ ഖദ്ദരി ഇതുകൂടി ഒന്ന് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ കൽപ്പി ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ്. അപ്പോൾ 17 പ്രൊഡക്ട്സിൻ്റെ GI ടാഗുകൾ നമ്മൾ ഉത്തർപ്രദേശിൽ കവർ ചെയ്തിരുന്നു. ഇനി അവസാനത്തെ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ നമുക്ക് ഇതുപോലെ 9 പ്രൊഡക്ട്സിനെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലെ റോട്ട് അയൺ ക്രാഫ്റ്റ്സ് ഓഫ് ഡിൻഡോരി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. മധ്യപ്രദേശിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഡിൻഡോരി എന്ന് പറയുന്നത്. റോട്ട് അയൺ ക്രാഫ്റ്റ്. അപ്പോൾ റോട്ട് അയണിലാണ് ഉണ്ടാക്കുന്നത്. റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ ഈ അയൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഇങ്ങനെ അയണിൻ്റെ ഓറുകൾ വെച്ചിട്ട്, അതായത് ഹെമറ്റൈറ്റ്, അല്ലേ, മാഗ്നറ്റൈറ്റ്, അങ്ങനെയുള്ള ഓറുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതേപോലെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ട് നമ്മൾ അതിനെ പ്രൊസീജിയർ പലതരത്തിലുള്ള വളരെയധികം എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ ഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ റോട്ട് അയൺ എന്ന് പറയുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ കാസ്റ്റ് അയണിനേക്കാളും വളരെയധികം ഹാർഡ്നെസ് ഇല്ലാത്ത, വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. റോട്ട് അയൺ. അപ്പോൾ ഇത് തന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല ഷേപ്പിലേക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതേപോലെയുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഇതുപോലെ ഫിഗേഴ്സ്, ആനിമൽസിൻ്റെ, ഓക്കെ, അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഗേറ്റുകൾ, വീടുകളുടെ ഗേറ്റുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോട്ട് അയൺ ക്രാഫ്റ്റ്സ് ഓഫ് ഡിൻഡോരി എന്ന് പറയുന്ന സ്ഥലം, ഡിൻഡോരി ഈസ് ഫേമസ് ഫോർ റോട്ട് അയൺ ക്രാഫ്റ്റ്സ്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഉജ്ജയിൻ ബാത്തിക് പ്രിൻ്റ് ആണ്. ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ബാത്തിക് പ്രിൻ്റ് എന്ന് പഠിക്കുക. ബാത്തിക് പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തുണികളുടെ സർഫസിൽ ഡൈ ഉപയോഗിച്ചിട്ട്, ഡൈ എന്ന് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡൈകൾ ഉപയോഗിച്ചിട്ട്, പല പിഗ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രിൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള പാറ്റേൺസ്, ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തെടുക്കുന്നു. തുണികളുടെ സർഫസിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉജ്ജയിൻ ബാത്തിക് പ്രിൻ്റാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമത് ഗ്വാളിയോർ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്. അപ്പോൾ ഇത് ഏത് വീവിങ് ടെക്നിക്കാണ്, നെയ്തെടുക്കുന്ന ഏത് വീവിങ് ടെക്നിക്കാന്ന് വെച്ചാൽ പേർഷ്യൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്.
ഓക്കെ, പേർഷ്യൻ വീവിങ് ടെക്നിക്കാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ടാവും. ഈ പേർഷ്യൻ എന്താ പറയുക സിമ്പിൾസ് അല്ലെങ്കിൽ അവിടുത്തെ നാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന പലതരത്തിലുള്ള സിമ്പിൾസ് മോട്ടീവ്സുകളൊക്കെ എന്താണ് ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഭയങ്കര ഡ്യൂറബിൾ ആണ്, ഇതിൻ്റെ ഒരു ക്വാളിറ്റി വളരെയധികം നല്ലതാണ്. അതുകൊണ്ടാണ് ഗ്വാളിയോർ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്വന്തമായി കൈകൊണ്ട് ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ വരുന്നതാണ് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർപ്പറ്റ് ഫേമസ് ആവുന്നത്. അടുത്തത് പഠിക്കാനുള്ളത് സ്റ്റോൺ ക്രാഫ്റ്റ്. ഇന്ന് 3 നോക്കിയിരുന്ന സ്റ്റോൺ ക്രാഫ്റ്റ്. അപ്പോൾ അതിലൊന്നാണ് ജബൽപൂർ സ്റ്റോൺ ക്രാഫ്റ്റ്. ജബൽപൂർ ഈസ് അഗെയിൻ സ്ഥലത്തിൻ്റെ പേരാണ്. സ്റ്റോൺ ക്രാഫ്റ്റ് ഓഫ് ഭേദാഘട്ട്, ഭേദാഘട്ടിലെ ജബൽപൂർ സ്റ്റോൺ ക്രാഫ്റ്റ്. ഇത് ചെയ്തെടുക്കുന്നത് സാൻഡ് സ്റ്റോണിലാണ്. സാൻഡ് സ്റ്റോൺ. അപ്പോൾ ഓരോ സ്റ്റോൺ ക്രാഫ്റ്റ് പറഞ്ഞപ്പോഴും ഏത് സ്റ്റോണിലാണ് ചെയ്തിരുന്നത്, ഏത് സ്റ്റോണിലാണ് ചെയ്തെടുത്തത് അല്ലേ? ഷസർ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെൽ സ്റ്റോൺ, അത് കഴിഞ്ഞിട്ട് പൈറോഫ്ലൈറ്റ് സ്റ്റോൺ പഠിച്ചു. അതുപോലെ ഇപ്പോൾ എന്താ സാൻഡ് സ്റ്റോണിലാണ് ഈ ജബൽപൂർ സ്റ്റോൺ ക്രാഫ്റ്റ് ഓഫ് ഭേദാഘട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും ടെമ്പിളിൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുവയ്ക്കാൻ അല്ലെങ്കിൽ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നുണ്ടാവുക. ലൈക്ക് ഇതുപോലെ ഫിഗേഴ്സുകൾ, സ്കൾപ്ചേഴ്സുകൾ, ഫിഗറീൻസ്, ദേവന്മാരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ ആയിട്ടുള്ള ഫോമുകളായിരിക്കും, ഫിഗേഴ്സ് ആയിരിക്കും നമ്മളിതിൽ ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് വാരസിയോണി ഹാൻഡ്ലൂം സാരീസ് ആൻഡ് ഫാബ്രിക്സ്. വാരസിയോണി ഹാൻഡ്ലൂം. അപ്പോൾ ഹാൻഡ്ലൂം നെയ്തെടുക്കുന്നത് നെയ്ത്തുശാലകളിൽ ഇതുപോലെ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു പ്രൊഡക്റ്റാണ് എന്ത് പറയുന്നത് ഇതുപോലെ ഹാൻഡ്ലൂം സാരീസ്, വാരസിയോണി ഹാൻഡ്ലൂം സാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സാരികൾ അതുപോലെ തന്നെ ഫാബ്രിക്കുകൾ പലതരത്തിലുള്ള തുണി ഐറ്റംസ് ഒക്കെ അവരതുപോലെ ചെയ്തെടുക്കാറുണ്ട്. ഇതിൽ ഏത് വീവിങ് ടെക്നിക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടാദോരിയ എന്ന് പറയുന്ന വീവിങ് ടെക്നിക്ക്. നമ്മൾ മറ്റേ കാർപ്പറ്റ് പറഞ്ഞിരുന്നില്ലേ പേർഷ്യൻ ടെക്നിക്സ് ആണുള്ളത്, അതുപോലെ തന്നെ കോട്ടാദോരിയ വീവിങ് ടെക്നിക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഗോണ്ട് പെയിൻറ്റിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗോണ്ട് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. കാരണം ഇത് കൂടുതലും ചെയ്തു വരുന്നത് ഏത് ട്രൈബൽ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോണ്ട് ട്രൈബ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഗോണ്ട് ട്രൈബ്സ്. ഓക്കെ, ഗോണ്ട് ട്രൈബ്സ് ആണ് ഇത് ചെയ്തു വരുന്നത്. ഇത് കൂടുതലും പേപ്പർ സർഫസുകളിൽ അല്ലെങ്കിൽ മഡ് വാള്, ചെളികൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭിത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, വാള്, അതിലേക്കായിരിക്കും ഇവർ കൂടുതലും ചെയ്തു വരുന്നത്. അപ്പോൾ ട്രൈബൽ അവരുടെ എന്താ പറയുക ഫോക്ക് ലോസുകൾ, അതുപോലെ മിഥോളജിക്കൽ ക്യാരക്ടേഴ്സ്, പുരാണങ്ങൾ, അവരുടേതായിട്ടുള്ള കഥകൾ ഉണ്ടാവുമല്ലോ, അതിലുള്ള എന്താ പറയുക ഓരോ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും അവർ ഇതിൽ ചെയ്തെടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഗോണ്ട് പെയിൻറ്റിങ് എന്ന് പറയുന്നത് നാച്ചുറൽ പിഗ്മെൻറ്റ്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. നേച്ചറിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന പലതരത്തിലുള്ള ഇപ്പോൾ വെജിറ്റബിൾസിൽ നിന്ന്, ഫ്രൂട്ട്സിൽ നിന്ന്, അങ്ങനെയുള്ള ഐറ്റത്തിൽ നിന്നുള്ള പിഗ്മെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ഇവരിത് കൂടുതലും ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഗോണ്ട് പെയിൻറ്റിങ്. അടുത്തത് സെഹോസ് ഷർബത്തി ഗെഹു, അല്ലെങ്കിൽ സെഹോർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്. ഷർബത്തി ഗേഹു എന്ന് പറയുക. ഗേഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് എന്നാണ് അർത്ഥം. ഷർബത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ളത് എന്നാണ് അതിന് മീനിങ് വരുന്നത്. അപ്പോൾ മധുരമുള്ള ഗോതമ്പ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗോതമ്പിൽ എന്തായിരിക്കും ഇതുപോലെ സിമ്പിൾ ഷുഗേഴ്സ്, ഗ്ലൂക്കോസും അല്ലെങ്കിൽ സൂക്രോസൊക്കെ കൂടുതലായിരിക്കും. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അതിനൊരു നാച്ചുറലി എന്ത് കിട്ടുന്നു, ഒരു ചെറിയൊരു മധുരം ഇതിന് കൂടുതലായിട്ട് കിട്ടുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗോതമ്പുകളിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതിൽ ഒരു വെറൈറ്റിയാണ് ഈ സെഹോസ് ഷർബത്തി ഗേഹു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സുന്ദർജ മാംഗോ ഓഫ് റീവ എന്ന് പറയുന്ന സ്ഥലത്തെ സുന്ദർജ മാംഗോ. അപ്പോൾ ദിസ് ഈസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാംഗോ വെറൈറ്റി ആണ്. ഓക്കെ, പക്ഷെ മാംഗോ വെറൈറ്റി എന്ന് പറയുന്നത് 1968 നമ്മുടെ ഇന്ത്യയിലെ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു മാംഗോ വെറൈറ്റിയാണ് സുന്ദർജ മാംഗോ ഓഫ് റീവ എന്ന് പറയുന്നത്. പോസ്റ്റൽ സ്റ്റാമ്പ് 50 പൈസയുടെ ആണെന്ന് തോന്നുന്നു. 50 പൈസയുടെ എക്സാക്ട് 50 പൈസയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു മാംഗോ വെറൈറ്റിയാണ് സുന്ദർജ മാംഗോ ഓഫ് റിവ എന്ന് പറയുന്നത്. എഗൈൻ ഇതിൻ്റെ ക്വാളിറ്റി ടേസ്റ്റ് ഒക്കെയാണ് ഇതുപോലെ തന്നെ ഇതിൽ ഫൈബർ കണ്ടന്റ് വളരെ ലോ ഫൈബർ കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഫൈബർ ഫ്രീ എന്ന് പറയാം. ഓക്കെ, ഫൈബർ കണ്ടന്റ് വളരെയധികം കുറവാണ്. സോ ഇതാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള വെറൈറ്റീസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്.
അടുത്തത് നമുക്ക് അവസാനത്തെ പ്രൊഡക്റ്റ് ആണ്, 9ാമത്തെ പ്രൊഡക്റ്റ്, ഗജക് ഓഫ് മൊറീന. മൊറീന എന്ന് പറയുന്ന സ്ഥലത്തെ ഗജക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വീറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്വീറ്റ് നോക്കിയിരുന്നു, ഗോവയിലെ ബെബിൻക, ഗോവൻ ബെബിൻക നോക്കിയിരുന്നു. അതേപോലെ ഗജക് ഓഫ് മൊറീന എന്ന് പറയുന്ന സ്ഥലത്തിലെ ഗജക് എന്ന് പറയുന്നത് അഗൈൻ ഇതുപോലെ റോളാക്കി ഒരു ചെറിയൊരു ഐറ്റമാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഡിഷുകളാണ്. ഇവരിതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു ഫുഡാണ് ഗജക് എന്ന് പറയുന്നത്. സോ ഇതിലെന്താ സെസമി അതുപോലെ തന്നെ ജാഗരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി അത് ഫുഡ് ഐറ്റം ആണെന്ന്. അപ്പോൾ ബെബിൻക അതുപോലെ തന്നെ ഗജക്, ഇത് രണ്ടും ഫുഡ് ഐറ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് പാർട്ട്, GI ടാഗ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെക്ഷനിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കഴിഞ്ഞ 2 സെക്ഷനിലെയും എല്ലാ പ്രൊഡക്ട്സും നന്നായി വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് ഓർക്കുക, റിവൈസ് ചെയ്യുക. ഇനി അവസാനത്തെ ഒരു പാർട്ട് കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് അടുത്ത പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റുകളും അവരുടെ GI പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.